ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1967 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അമേരിക്കൻ പെൺകുട്ടി തൻ്റെ കായിക പ്രതിഭ തിരിച്ചറിഞ്ഞുകൊണ്ട് കായിക മേഖലയിൽ വളരെയേറെ ഉന്നതിയിലെത്തണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ഒരു ദിവസം തടാകത്തിൽ കുളിക്കാൻ പോകവെ നട്ടെല്ലിന് സാരമായി പരിക്കേറ്റു. കഴുത്തിന് താഴെ അവൾ തളർന്നുപോയി. പിന്നീടുള്ള ജീവിതകാലത്തിൽ അവൾ വീൽചെയറിലായിരുന്നു. ജീവിതത്തിൽ നിരാശയും സങ്കടങ്ങളും വന്നപ്പോൾ അവൾ ഒരിക്കൽ പോലും ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം കൈവിടുന്നില്ല. ദൈവത്തിൽ അവൾ മുറുകെ പിടിച്ചു. തൻ്റെ ചുണ്ടുകൾക്കിടയിൽ പെൻസിലും പേനയും വെച്ച് എഴുതാനും വരയ്ക്കാനും കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. പിന്നീട് സാങ്കേതികവിദ്യ വളർന്നപ്പോൾ അവൾ 40-ൽ പരം പുസ്തകങ്ങൾ എഴുതി. ജീവിതത്തിൽ അവൾ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചും അവൾ സാക്ഷ്യം നൽകുന്നു. ഇന്ന് 75 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ ജോണി എറിക്സൺ താത ലോകപ്രസിദ്ധയായ എഴുത്തുകാരിയും റേഡിയോ അവതാരകയുമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഭാമാതാവ് നമ്മോട് പറയുന്നുണ്ട്, ഈശോ മരിക്കണമെന്ന് പ്രധാന പുരോഹിതനായ കയ്യഫാസ് പ്രവചിക്കുന്നു. അതും ദൈവിക പദ്ധതിയോട് ചേർന്നുകൊണ്ട് തന്നെ. മനുഷ്യപരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വഴികളും അടയുമ്പോൾ, നിരാശയിലാഴുമ്പോൾ ഈശോയുടെ കൈപിടിച്ച് നടക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ കൈപിടിച്ച് നടക്കാം. അപ്പോൾ നാം കാണുന്ന ദൂരത്തിൽ കൂടുതൽ ഈശോ നമ്മളെ കൊണ്ടുപോവുകയും നാം കാണാത്ത ആകാശങ്ങളിലേക്ക് അവൻ നമ്മെ ഉയർത്തുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.